നിങ്ങൾ പെട്ടെന്ന് വെയിറ്റ് കുറക്കാൻ ശ്രമിക്കുന്നുണ്ടോ? ഒരാഴ്ചയിൽ 3 കിലോ അങ്ങനെ? സ്റ്റോപ്പ്. അത് ഗുണത്തേക്കാൾ കൂടുതൽ ദോഷം ചെയ്യും. ഹലോ, ഐ എം ഡയറ്റീഷ്യൻ ഷീല. വെൽക്കം ടു മൈ ചാനൽ റിവൈവ്. റിവൈവിൻ്റെ മെയിൻ ഫോക്കസ് we focus on regaining your health with proper nutrition and holistic lifestyle changes. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എന്തൊക്കെയാണ് ക്രാഷ് ഡയറ്റിങ്ങിൻ്റെ ദോഷങ്ങൾ, പിന്നെ അതിൻ്റെ സൊല്യൂഷൻ. നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇപ്പോൾ വളരെ ഫാസ്റ്റാണ്. എനിക്കറിയാം, എല്ലാവർക്കും ഫാസ്റ്റ് റിസൾട്ട്സ് കിട്ടണം. അതായത് പെട്ടെന്ന് വെയിറ്റ് ലൂസ് ചെയ്യണം, പെട്ടെന്ന് എനർജി കൂടണം. അത് നമ്മുടെ ആരോഗ്യത്തിനെ വളരെ മോശമായി എഫക്റ്റ് ചെയ്യും. അത് നമ്മുടെ ശരീരത്തിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ന്യൂട്രിയൻ ഡെഫിഷ്യൻസി. ക്രാഷ് ഡയറ്റിങ്ങിൽ ഫുഡിൻ്റെ അളവ് പെട്ടെന്ന് കുറയുമ്പോൾ നമുക്ക് അത്യാവശ്യമായ ന്യൂട്രിയൻസ് ലഭിക്കുന്നില്ല. അത് നമ്മുടെ ശരീരത്തിൽ ഡെഫിഷ്യൻസി ഉണ്ടാക്കുന്നു. അത് ലിവർ ഹെൽത്തിനെയും ബാധിക്കും. നമ്പർ 2 ഈസ് മസിൽ ലോസ്. ഫാറ്റ് ബേൺ ചെയ്യുന്നതിന് പകരം നമ്മുടെ ബോഡി മസിൽ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ തുടങ്ങും. ഇത് നമ്മുടെ മെറ്റബോളിസം സ്ലോ ആക്കി കളയും. ഹോർമോണൽ ഇംബാലൻസ്. ക്രാഷ് ഡയറ്റിംഗ് നമ്മുടെ ഹോർമോൺ ഉൽപ്പാദനത്തിന് ഇംബാലൻസ് ആക്കി കളയും. അത് നിങ്ങളുടെ മൂഡിനെയും മെറ്റബോളിസത്തെയും ബാധിക്കുന്നു. മാത്രമല്ല, സ്ത്രീകളിൽ മെൻസ്ട്രുവൽ സൈക്കിൾ വരെ തെറ്റിപ്പോകും. ഡൈജസ്റ്റീവ് ഇഷ്യൂസ്. സിവിയർ റെസ്ട്രിക്ഷൻ നമ്മുടെ ഗട്ട് ഹെൽത്തിനെ തന്നെ ബാധിക്കും. ഇൻഡൈജഷൻ, ബ്ലോട്ടിംഗ്, ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഈ പ്രോബ്ലംസ് ഒക്കെ മെൻ്റൽ സ്ട്രെസ്. നമുക്ക് അത്യാവശ്യമായ പോഷകങ്ങൾ കിട്ടാതെ വരുമ്പോൾ നമ്മുടെ ആങ്സൈറ്റി കൂടും. നമ്മുടെ ആങ്സൈറ്റിയും ഇറിറ്റബിലിറ്റിയും കൂടും. പിന്നെ നമുക്ക് ഫുഡുമായി, നമ്മുടെ ആഹാരമായി ഒരു അൺഹെൽത്തി റിലേഷൻഷിപ്പായി മാറും. നിങ്ങളുടെ വെയിറ്റ് ചിലപ്പോൾ പെട്ടെന്ന് കുറയുമായിരിക്കും. പക്ഷേ അത് നിങ്ങൾ സാധാരണ ആഹാരം കഴിച്ചു തുടങ്ങുമ്പോഴേക്കും തിരികെ അതേ സ്പീഡിൽ തിരികെ കൂടും. റെഗുലർ എക്സസൈസ് നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. പക്ഷേ നമ്മൾ വെയിറ്റ് ലൂസ് ചെയ്യാനുള്ള തിരക്കിൽ ഒരുപാട് സ്ട്രെയിൻ ചെയ്താൽ അത് നമ്മുടെ ശരീരത്തിൻ്റെ മെറ്റബോളിസത്തെ ബാധിക്കും. ഇൻക്രീസ്ഡ് കോർട്ടിസോൾ ലെവൽസ്. നമ്മുടെ ശരീരത്തിൽ സ്ട്രെസ് കൂടുമ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന കോർട്ടിസോൾ ഹോർമോൺ കൂടുതലായി പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അത് നമ്മുടെ ലിവർ ഹെൽത്തിനെ ഡാമേജ് ചെയ്യും. മസിൽ ബ്രേക്ക് ഡൗൺ. ഫാറ്റ് ബ്രേക്ക് ഡൗണിനേക്കാൾ കൂടുതൽ മസിൽ ബ്രേക്ക് ഡൗൺ ആവുമ്പോൾ അത് നമ്മുടെ കിഡ്നീസിനെയും ലിവറിനെയും ബാധിക്കും. ഇൻഫ്ലമേഷൻ ആൻഡ് ജോയിൻറ്റ് ഡാമേജ്. ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ജോയിൻസിലും ഒക്കെ നീർക്കെട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഫെറ്റീഗ് ആൻഡ് ബേൺ ഔട്ട്. നമ്മൾ എനർജൈസ്ഡ് ഫീൽ ചെയ്യുന്നതിന് പകരം ഒരുപാടങ്ങ് ടയേർഡായി പോകും. നമ്മൾ ഒരുപാട് എക്സോസ്റ്റഡും ഇറിറ്റബിളും ആയിപ്പോകും. വീക്ക് ഇമ്മ്യൂൺ സിസ്റ്റം. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന കോൺസ്റ്റൻറ്റ് സ്ട്രെസ് നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയ്ക്കുന്നു. അങ്ങനെ നമുക്ക് പെട്ടെന്ന് രോഗങ്ങൾ
ഇൻഫെക്ഷൻസ് ഒക്കെ പിടിപെടും. നിങ്ങളുടെ ബോഡിക്ക് ബാലൻസ് ആണ് ആവശ്യം, പണിഷ്മെൻ്റ് അല്ല. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ഹെൽത്ത് ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റും വിത്തൗട്ട് ഡാമേജിങ് യുവർ ബോഡി? ബാലൻസ്ഡ് ന്യൂട്രീഷൻ. ബോഡീനെ സ്റ്റാർവ് ചെയ്യാണ്ട് വെറൈറ്റി ഓഫ് ഫുഡ്സ് കഴിക്കുക. അതായത് ന്യൂട്രിയൻറ്റ് റിച്ച് ആയിട്ടുള്ള ഹെൽത്തി liver friendly food, healthy fats, liver friendly foods ആയ healthy fats, leafy greens, nuts and seeds, whole grains ഇതൊക്കെ ഉൾപ്പെടുത്തി കഴിക്കുക. മോഡറേറ്റ് എക്സസൈസ്. ദിവസം 30 മിനിറ്റ് ഒരു മോഡറേറ്റ് എക്സസൈസ് ചെയ്യുക. അത് നിങ്ങൾക്ക് മാറി മാറി ചെയ്യാം. യോഗ, കാർഡിയോ, സ്ട്രെങ്ത് ട്രെയിനിങ്, വാക്കിംഗ്, ഡാൻസിങ്. ഹൈഡ്രേഷൻ ആൻഡ് ഹെർബൽ ടീ. ധാരാളം വെള്ളം കുടിക്കുക. അത് നിങ്ങളെ ബോഡിയിലെ ടോക്സിൻസിനെ പുറന്തള്ളും. തുളസി ചായ അല്ലെങ്കിൽ ഗ്രീൻ ടീ ഒക്കെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. സ്ട്രെസ് മാനേജ്മെൻറ്റ്. മെഡിറ്റേഷൻ, ഡീപ്പ് ബ്രീതിങ്, ജേർണലിംഗ് ഇതൊക്കെ നിങ്ങളുടെ സ്ട്രെസ്സ് കുറക്കാൻ വേണ്ടി ചെയ്യാവുന്ന ആക്ടിവിറ്റീസാണ്. കൺസിസ്റ്റൻസി ഓവർ ഇൻറ്റൻസിറ്റി. ഇൻറ്റൻസിറ്റി കുറച്ചിട്ട് കൺസിസ്റ്റൻ്റായി തുടരുക. ബി പേഷ്യൻറ്റ് വിത്ത് യുവർ ബോഡി. നർച്ചർ ഇറ്റ്, സപ്പോർട്ട് ഇറ്റ്, ബട്ട് ഡു നോട്ട് പണിഷ് ഇറ്റ്. അപ്പോഴാണ് നിങ്ങൾക്ക് ശരിയായ റിസൾട്ട്സ് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് ക്രാഷ് ഡയറ്റും എക്സ്ട്രീം എക്സസൈസിൻ്റെയും ദോഷങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? സബ്സ്ക്രൈബ് മൈ ചാനൽ റിവൈവ് ആൻഡ് ഹിറ്റ് ദ ബെൽ ബട്ടൺ ഫോർ നോട്ടിഫിക്കേഷൻസ്.